ഇന്ത്യൻ റോഡിലെ ഒരേയൊരു മസിൽ കാറിലേക്ക് പോകാം. അതാണ് ഹിന്ദുസ്ഥാൻ കോണ്ടസ. പേര് കേട്ടാൽ തന്നെ ഒരു ഗൗരവവും പ്രൗഢിയുമൊക്കെയുള്ള കോണ്ടസ വെറുമൊരു കാറായിരുന്നില്ല, അതൊരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഇന്ത്യൻ നിരത്തുകളിൽ തലയെടുപ്പോടെ രാജകീയ പ്രൗഢിയോടെ ഓടിയിരുന്ന ഒരു വണ്ടി. കോണ്ടസയുടെ ഡിസൈൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇതിനൊരു വിദേശ ബന്ധമുണ്ട്. കോണ്ടസയുടെ രൂപം കടമെടുത്തത് ബ്രിട്ടീഷ് കാറായ വോക്സ്ഹോൾ വിക്ടർ എഫ്ഇയിൽ നിന്നാണ്. വോക്സ്ഹോൾ വിക്ടർ എഫ്ഇ 70കളിൽ യൂറോപ്പിൽ ഹിറ്റായിരുന്ന ഒരു കാറാണ്. അതിൻ്റെ മസിൽ കാർ ഡിസൈൻ കോണ്ടസയ്ക്ക് ഒരു പ്രത്യേക ലുക്ക് കൊടുത്തു. നീളൻ ബോണറ്റ്, ചതുരാകൃതിയിലുള്ള ഹെഡ്ലൈറ്റുകൾ, ക്രോം ഫിനിഷിങ്ങുകൾ. കോണ്ടസ ശരിക്കും ഒരു ബോസ് ലുക്കിലാണ് വന്നത്. 1984 ഹിന്ദുസ്ഥാൻ കോണ്ടസ ഇന്ത്യൻ വിപണിയിലേക്ക് അവതരിപ്പിച്ചു. അംബാസിഡറിനെ മാത്രം കണ്ടു ശീലിച്ച ഇന്ത്യക്കാർക്ക് കോണ്ടസ ഒരു പുതിയ കാഴ്ചയായിരുന്നു. അന്നത്തെ യുവതലമുറയ്ക്കും ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കുമെല്ലാം കോണ്ടസ ഒരു സ്വപ്ന വാഹനമായിരുന്നു. എനിക്കൊരു കോണ്ടസ വേണം, അതായിരുന്നു അന്നത്തെ ട്രെൻഡ്. കോണ്ടസയുടെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അതൊക്കെ ആഡംബരം തന്നെയായിരുന്നു. പവർ സ്റ്റിയറിംഗ്, എയർ കണ്ടീഷനിങ്, പവർ വിൻഡോസ്, ലിസ്റ്റ് അങ്ങനെ നീളും. എഞ്ചിനായിരുന്നു കോണ്ടസയുടെ ഹൈലൈറ്റ്. പിന്നീട് ഇസൂസു 1.8 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വന്നു. അപ്പോഴാണ് കോണ്ടസ ശരിക്കും മസിൽ കാർ ആവുന്നത്. കാലം മാറുന്നതനുസരിച്ച് കോണ്ടസയും അപ്ഡേറ്റ് ആവാൻ ശ്രമിച്ചു. അങ്ങനെയാണ് കോണ്ടസ ക്ലാസിക് എന്നൊരു മോഡൽ വരുന്നത്. പുതിയ ഹെഡ്ലൈറ്റുകൾ, ടെയിൽ ലൈറ്റുകൾ, ഇന്റീരിയറിൽ ചെറിയ മാറ്റങ്ങൾ. കോണ്ടസ ക്ലാസിക് ശരിക്കും പറഞ്ഞാൽ കോണ്ടസയെ വീണ്ടും ഒന്ന് മിനുക്കിയെടുക്കാനുള്ള ശ്രമമായിരുന്നു. പക്ഷേ കാലം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ലല്ലോ. 2002 കോണ്ടസയുടെ ഉത്പാദനം കമ്പനി നിർത്തി. ഇതൊരു ദുഃഖകരമായ അവസാനമായിരുന്നു. പക്ഷേ കോണ്ടസ ഇന്നും ഓർമ്മകളിൽ കിങ്ങായി ജീവിക്കുന്നു. ഇതൊരു വെറും കാറായിരുന്നില്ല, ഒരു പ്രൗഢിയുടെ പ്രതീകമായിരുന്നു. മസിൽ കാർ എന്ന പേര് കോണ്ടസയ്ക്ക് മാത്രം സ്വന്തം.